ശ്രീ എൻ ശ്രീകുമാർ ഞങ്ങൾ ആർജവത്തോടു കൂടി ഒരു BJP കാരൻ വന്നപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വാദം പോട്ടെ. EP ജയരാജനോട് നിയമ നടപടി സ്വീകരിക്കാൻ CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനെതിരെ EP ജയരാജൻ ഉടൻ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഡിഫമേഷൻ സ്യൂട്ട് കൊടുക്കും. അതൊരു ശരിയായ രീതിയിൽ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആർക്കും എന്തും പറയാൻ പാടില്ലല്ലോ. തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ അതിന് കർശനമായ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ശരിയായ ഒരു നീക്കമല്ലേ? MP ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ അത് ചെയ്തിരുന്നു. അല്ല അഭിലാഷ്, ഇതിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ള അല്ലല്ലോ കാര്യം. ഇതിലത്തെ രാഷ്ട്രീയം എന്താണ്? BJPയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ LDF കൺവീനറായ കേന്ദ്ര കമ്മിറ്റി അംഗം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോയി കാണുന്നു. അത് കുറേ കാലത്തേക്ക് മറച്ചു വയ്ക്കുകയും അവസാനം അത് പുറത്താവുകയും ചെയ്യുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു, അതിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല. അതായത് പാർട്ടി പ്രവർത്തകരോട് ഇവരെന്ത് പറഞ്ഞു CPM? നിങ്ങൾക്ക് നാളെ വേറൊരു CPM നേതാവിനെ ഒരു പ്രഭാരിയായിട്ട് ചർച്ച ചെയ്താൽ ഇതാണോ സ്ഥിതി? അപ്പോൾ BJP നേതാക്കളുമായിട്ട് CPM നേതാക്കൾക്ക് ചർച്ച ചെയ്യാം എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ നയമാണ്? ഒരു CPMൻ്റെ നേതാവ് BJP നേതാവുമായിട്ട് എന്തിന് ചർച്ച നടത്തിയെന്ന് ജനം അറിയട്ടെ. അതറിയില്ല. കാരണം ജാഗ്രത കുറവുണ്ടായെന്നുള്ള പഴകി തേഞ്ഞ പദമൊക്കെ ഉപയോഗിക്കുന്നു. അതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കുന്നത്, ഒരു CPM നേതാവ് ഒരു BJP നേതാവുമായിട്ട് ചർച്ച നടത്തിയത് എന്തിനാണ് എന്ന് പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ കേരള ഘടകത്തെ തള്ളിക്കളഞ്ഞില്ലേ? അതേ എന്താ പറഞ്ഞത്? കേന്ദ്ര കമ്മിറ്റി അംഗം BJP നേതാവിനെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് കേരളത്തിൽ തീരുമാനിക്കുന്നതാണ് പറഞ്ഞത്. കേരളത്തിലാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ കേരളത്തിലെ CPM വേറെയാണ്. കാരണം ദേശീയ തലത്തിൽ CPMനെതിരെ മത്സരിക്കുന്ന മുന്നണിയുടെ നേതാവാണ് സീതാറാം യെച്ചൂരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉത്തരം വരണ്ടേ? പിന്നെ BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയിൽ ഇന്നൊരു എഡിറ്റോറിയലുണ്ട്, ഒരു മുഖപ്രസംഗമുണ്ട്. ആ മുഖപ്രസംഗത്തിൽ അവർ കോൺഗ്രസിനെയാണ് പഴിക്കുന്നത്. BJPയും CPIയും തമ്മിലുള്ള ചർച്ചയെ അല്ല. അങ്ങനെ ചർച്ച ചെയ്തതിൽ എന്താ തെറ്റെന്നാണ് BJPയുടെ മുഖപത്രം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ CPM ഇത്രയും കാലം പറയുന്നതിന്, അഭിലാഷ് ഒരു മിനിറ്റ്, പറയുന്നതിന് ഒരു ഉത്തരം കാണിച്ചു കൊടുക്കണ്ടേ? വിശ്വാസയോഗ്യമായിട്ട് ഇവരെന്താ പറയുക? അതായത് ഇവരുടെ പുരോഗമന ചിന്താഗതിയെക്കുറിച്ചും ഇവരുടെ താത്വികാചാര്യന്മാരൊക്കെ നാളെ ഈ BJP RSS CPM ആ ചർച്ചയുണ്ടല്ലോ അതിങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇവർക്ക് നാളെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ, നടപടി എടുക്കാനോ